കോട്ടക്സെ വളരെ വലുതാക്കി എടുക്കുന്ന രീതിയിലാണ് അഡീനിയം വളർത്താൻ ശ്രമിക്കേണ്ടത്. പൂ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ കോട്ടക്സ്. അടിഭാഗം ബോൺസായ രൂപത്തിലാക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഭംഗിയിലിരിക്കും. അതൊരു നല്ല ഭംഗിയിൽ വർഷങ്ങളോളം പഴക്കമുള്ളതൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് വൈഡായിട്ട് അതിൻ്റെ വേരുകൾ പോകാതിരിക്കാനാണ് ഞാൻ ഈ കുപ്പിയിൽ ഈ സംവിധാനം ചെയ്തത്. വളരെ കുപ്പിയുടെ മുകളിലെ ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് താഴേക്ക് വേര് വരത്തക്ക വിധത്തിലുള്ള ചെറിയ പ്ലാന്റുകളെ നട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിലായത്. അത് അവിടെ നിന്ന് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളതിനെ നമുക്ക് എങ്ങനെ മറ്റൊരു ഈ നല്ല ഭംഗിയുള്ള രീതിയിൽ ആ പൂക്കളോടൊപ്പം തന്നെ കോട്ടക്സും കൂടി മനോഹരമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ചെറിയ ഡയമീറ്ററുള്ള ഒരു കുപ്പിയാണ് ഇട്ടിരുന്നത്. ആദ്യം ചെയ്ത കുപ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, ഇതിൻ്റെ വേര് എവിടത്തോളം താഴേക്ക് വന്നിട്ടുണ്ടെന്ന്. ശരിക്കും ഇതിൻ്റെ സ്പ്രെഡായിട്ട് എല്ലാ ഇരുവശങ്ങളിലേക്കും ചുറ്റും പോയിക്കൊണ്ടിരിക്കേണ്ടുന്ന വേരാണ് നമ്മൾ നേരെ താഴേക്ക് ആക്കിയതാണ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായി താഴേക്ക് വന്നേക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ഇട്ടിരുന്ന കുപ്പിയേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള വട്ടം കൂടുതലുള്ള ഡയമീറ്റർ വ്യത്യാസമുള്ള ഒരു കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് ഒന്നും കൂടി ഇത് സ്ട്രോങ് ആക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോട്ടിലേക്ക്, യഥാർത്ഥ പോട്ടിലേക്ക് വെച്ച് ഉയരത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പൂക്കളെല്ലാം മുകളിലുണ്ടാവും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു വെൽഡിംഗ് റാഡിൻ്റെ ഒരു കഷ്ണം കട്ടി ഇതെടുത്തതാണ്. അത് ഞാൻ ഇതിനകത്തിൻ്റെ അടിയിലേക്ക് വേര് അധികം പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് ഇടുകയാണ്. അതിട്ട് കഴിഞ്ഞാൽ വേര് അടിഭാഗത്തേക്ക് പോകില്ല. അത് എന്തുകൊണ്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത സമയത്ത് ഇട്ടുകൊണ്ട് പോയതാണ് അവർ. അതിൻ്റെ ഒരു കഷ്ണം ഇതുപോലെ എന്തെങ്കിലും പരന്നൊരു സാധനം ഇട്ടാൽ മതി. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ വേര് ഇനി താഴേക്ക് ഇറങ്ങരുത്, സ്ട്രോങ് ആക്കാനാണ്. അങ്ങനെ വെച്ചിട്ട് നല്ല മനോഹരമാക്കി ഇങ്ങനെ വലിയൊരു പോട്ടിലേക്ക് വെച്ച് ഇത് ഏകദേശം കുറച്ച് വേര് പിടിച്ചതിന് ശേഷം സ്ട്രോങ് ആയാൽ അതിന് മണ്ണ് മുഴുക്കായിട്ട് മൂടിക്കളയരുത്, ഇത്തിരി പൊക്കി വെച്ചേക്കണം. ഒരു 20% ഉയർത്തി വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേര് പിടിച്ച് നല്ല സ്ട്രോങ് ആയി നീണ്ടു കഴിഞ്ഞാൽ വലിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം.